കാസർഗോഡ് കാറടുക്കയിൽ ബോക്സൈറ്റ് ഖനനത്തിനുള്ള അനുമതി നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി പ്രദേശത്തും ബഫർ സോണിലും ഉള്ളത് വനഭൂമിയും നിരവധി ഉന്നതികളും. കുടിയിറക്കപ്പെടും എന്ന ഭീതിയിൽ നാട്ടുകാർ. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിലൊരു അനുമതി നൽകിയത്? ഈ ബഫർ സോൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു പാരിസ്ഥിതിക പഠനമൊന്നും സർക്കാർ നടത്തിയിട്ടില്ലേ? അവിടെ ഉന്നതികളുണ്ട്, താമസക്കാരുണ്ട്, അവർ കുടിയിറക്കപ്പെടും എന്നത് അറിയില്ലേ? മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോക്സൈറ്റ് ഖനനത്തിന്റെ പദ്ധതി പ്രദേശത്താണ്. ഏറെ ധാതുസമ്പുഷ്ടമായ ഒരു മേഖലയാണ്. ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് ഭൂമി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വനമേഖലയുണ്ട്, അതോടൊപ്പം തന്നെ നിരവധി ഉന്നതികളടക്കമുള്ളൊരു മേഖലയാണ്. ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലേക്കാണ് പോകുന്നത്. കാരണം ഒരു സാധാരണ രീതിയിൽ ഒരു സാധ്യതാ പഠനം എന്നുള്ള രീതിയിൽ ഇവിടെ കുറേ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തമ്പടിച്ച് കുറേ പഠനങ്ങളും മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തി വന്നിരുന്നു. അതിനുശേഷം ജില്ലാ ഭരണകൂടം പോലും അറിയാത്ത രീതിയിൽ പെട്ടെന്നൊരു നിമിഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുമതി, ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നത്. ഇപ്പോൾ വലിയ വ്യവസായ ഭീമന്മാരടക്കം ഇപ്പോൾ ടെൻഡറിനായി ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്ന സമയത്ത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഭീതിയാണ് ഉണ്ടാകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല എന്നത് ഏറെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ആശങ്കയാണല്ലോ ആളുകൾക്ക്. വലിയ ആശങ്കയാണ് ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വലിയ ആശങ്ക എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആശങ്ക അകറ്റാനോ മറ്റു കാര്യങ്ങളിലേക്കോ ഒരു നടപടിയിലേക്കും പോകാതെ തന്നെയാണ്. ആദ്യം തന്നെയൊക്കെ പറഞ്ഞത് ഞങ്ങളോട് ഇതിൻ്റെ സാധ്യതാ പഠനമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്, പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇത് വലിയൊരു ഖനനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ മണ്ണിനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഇവിടുത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏതു ബന്ധപ്പെട്ട ഘടകങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു രേഖകളും സമർപ്പിക്കുകയോ ഇത് മുമ്പിലോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾ സമരപരിപാടികളിൽ മുമ്പിലോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതേ മോത്തി, അത് തന്നെയാണ് പറയുന്നത്. നാട്ടുകാർ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. അമ്മയുടെ വീടൊക്കെ തൊട്ട് അരികിലാണുള്ളത്. വലിയ പേടിയുണ്ടല്ലോ? പേടിയുണ്ട്, രാത്രി കിടക്കാനേ പേടിയാണ്. ഇതിവിടെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഏടക്ക് പോകുന്ന വയസ്സും പ്രായമായില്ലേ, 2-3 ചെറു കുഞ്ഞുങ്ങളുണ്ട്. ഒരു മോനുണ്ട്, ഓനൊരു ഉദ്യോഗക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു വറ്റുമ്പളുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല അവിടെ. എങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾ? ഇത് നമുക്ക് പേടിയാന്ന് പറയുമ്പോഴേ പേടിയാന്ന്. ആടാടെ നാമക്കല്ലിന് എഴുതിയിട്ടും കാണുന്നില്ലേ? അത് കൊണ്ടുമ്പോൾ നമുക്ക് വേദന ആകുന്നില്ലേ? വയസ്സും പ്രായമായി എന്നെ എവിടെയപ്പാ പോലും എന്നല്ലേ തോന്നിച്ച മനസ്സിലേക്ക്. വയസ്സും പ്രായമാകുമ്പോൾ എവിടെയെങ്കിലും ഇല്ലടുത്ത് തന്നെ ഒരിക്കലും മരണപ്പെടണമെന്നല്ലേ ആശ. മോത്തി, അതാണ് ജീവിച്ച് വളർന്നു വന്ന നാട്ടിൽ ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ തന്നെയാണ് പ്രായമായവർ പറയുന്നത്. ചേട്ടാ, കാടുകൾ ഇപ്പോൾ ഈ ഒരു മേഖല വലിയ വനമുള്ളതുകൊണ്ട് തന്നെ ചൂടിനൊക്കെ വലിയ ഒരു ആശ്വാസമുണ്ട്. അതടക്കം പോകുന്നതാണല്ലേ പറയുന്നത്? തീർച്ചയായും. കാട് മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. തികച്ചും ജനവാസ കേന്ദ്രത്തിൽ തന്നെയാണ്. 2-3 നമ്മുടെ ഒരു വാർഡ് മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമാണിത്. 2018 തന്നെ ഇത് തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളാരും അറിയാതെ തന്നെ ഇവരുടെ ഇതിൻ്റെ തുറന്നു പോവുകയായിരുന്നു. ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഇതിൻ്റെ വിപത്ത് എന്താണെന്ന് അറിയുന്നത്. അത് കാരണത്താണ് നമ്മൾ ഇവിടുത്തെ എല്ലാ സംഘടനകളും, അതുപോലെ CPM എന്ന പൊതുസംഘടന ഉൾപ്പെടുത്തുകൊണ്ട് നാളെ വൈകുന്നേരം ഇതിന് മുന്നോടിയായിട്ടുള്ളൊരു സംഘാടന സമിതി രൂപീകരണം, അതുപോലെ തന്നെ ഒരു സദസ്സ് നടത്തുന്നത്. മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ പ്രദേശ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരുങ്ങുകയാണ്. വലിയ ഭീഷണി. കാരണം സ്വന്തം വീട്ടിൻ്റെ മുന്നിൽ പോലും ഈ രീതിയിൽ സർവേ കല്ലുകൾ വരുന്നൊരവസ്ഥയാണുള്ളത്. വലിയ പ്രശ്നമാണ്. കാണുമ്പോൾ ടെൻഷൻ ഉണ്ടല്ലോ? പിന്നെ ഉണ്ടല്ലോ. കാരണം നമുക്കിപ്പോൾ വെച്ചാൽ ഇത് ഏത് തരത്തിലാണ് എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. കുഴിച്ചെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഏത് തരത്തിൽ നമുക്ക് ജനങ്ങൾക്കുള്ളൊരു ഇതുണ്ടല്ലോ, സംശയം ഉണ്ടാവില്ല. നമുക്ക് ഏത് തരത്തിൽ ഇത് ബുദ്ധിമുട്ടാവുന്നില്ല തരത്തില്ലേ. അത് തീർച്ചയായിട്ടും അത് നികത്തി കൊടുക്കേണ്ടതാണ് സംശയങ്ങൾ. അപ്പോൾ നമ്മൾ പോകുന്ന റോഡ് ഇതാണ്. ഇത് ഈ പറഞ്ഞ 8 മീറ്റർ 10 മീറ്റർ കുഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തിലെ വീട് ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർ കുഴിച്ചിട്ട് പോയാൽ ബാക്കി ആ കുഴീനെ എങ്ങനെ നിർത്തും? പിന്നെ ഇതിൽ പോകാൻ പറ്റില്ലല്ലോ എത്രയോ മീറ്ററുകൾ കുഴിക്കുമ്പോൾ. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇത് ഏത് തരത്തിലാണ്. അത് കറക്റ്റായിട്ട് ജനങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ബോധിപ്പിച്ചിട്ട് ആയിരിക്കണം എന്തെങ്കിലും തുടർന്ന് മുന്നോട്ട് ഇവർ ചെയ്യാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. മോത്തി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു കാലത്ത് നമ്മൾക്കറിയാവുന്നതാണ്, പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ എൻഡോസൾഫാൻ അടക്കമുള്ള വലിയ കീടനാശിനികളും അത്തരത്തിലുള്ള വലിയ വിഷമടക്കം തോട്ടങ്ങളിൽ തളിച്ചതുകൊണ്ട് ഏറെ വർഷങ്ങളോളം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ് കാസർകോട്ടുകാർ. അവരുടെ അടുത്തേക്കാണ് ഖനനം എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം വരുന്നത്. യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക പഠനവും നടത്തുന്നില്ല. മാത്രമല്ല, എത്രയോ ഒരു വാർഡ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ആളുകളെല്ലാവരും വലിയ ആശങ്കയിലേക്കാണ് പോകുന്നത്. കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന് പോലും ആളുകൾ പരാതിയുമായി നിവേദനവുമായി ജില്ലാ
ഭരണകൂടത്തിന് മുൻപിലേക്ക് പോലും എത്തുന്ന സമയത്ത് ജില്ലാ ഭരണകൂടം പോലും ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരല്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. മാത്രമല്ല തദ്ദേശ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുകയും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ സാരംഗ്? ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾക്കടുത്തേക്ക് നിവേദനം പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇനി വേണ്ടി വന്നാൽ സത്യാഗ്രഹം അടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ജിയോളജി വകുപ്പടക്കം ആളുകളുമായോ പരിസരവാസികളുമായോ യാതൊരു തരത്തിലും ചർച്ചയോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായ ശേഖരണമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഒരു സർവേ എന്നുള്ള രീതിയിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിലുള്ളൊരു പാരിസ്ഥിതിക പഠനം നടത്തിയില്ലെങ്കിൽ വലിയ രീതിയിലൊരു പ്രയാസം ആളുകൾക്ക് മുഴുവൻ അനുഭവപ്പെട്ടേക്കാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, നല്ല വനഭൂമിയാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല തണുപ്പും തണലും ഒക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു മേഖല പൂർണ്ണമായി ഈ പാറപ്രദേശങ്ങൾ, അതുപോലെ തന്നെ ജനവാസ മേഖലകൾ, വനം, ഉന്നതികളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു മേഖല. കാരണം എത്രയോ ഉന്നതികളുണ്ട്. ഉന്നതികളിലേക്ക് പോകുന്ന കോൺക്രീറ്റ് റോഡൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള റോഡടക്കം പരിപൂർണമായി ഒറ്റപ്പെടുന്നു. ആളുകൾ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ പരിസരങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പ്രധാന പാതകളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബസ് പോലും ഓടുന്ന പാതയിലേക്ക് എത്താൻ പോലും വലിയ പ്രയാസം അനുഭവപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വലിയ ഭീമന്മാർ തന്നെയാണ്. ഉത്തരേന്ത്യയിലടക്കം നമ്മൾ കണ്ടതാണ്. മുൻകാലങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല ഖണ്ഡങ്ങളും നടന്ന് അവിടുത്തെ തദ്ദേശവാസികൾ പിന്നീട് ആട്ടി ഓടിക്കപ്പെട്ട അവസ്ഥ. അത് കേരളത്തിൽ ആവർത്തിക്കരുത്, കാസർഗോഡ് ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർക്ക് പറഞ്ഞു വെക്കാനുള്ളത്. മോത്തി.